സ്കൂളുകളിൽ ആർട്സും സ്പോർട്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എങ്ങനെയാണ് പഠിക്കാനായിട്ട് സമയം മാറ്റിവെക്കുക? ആദ്യം നിങ്ങൾ ആർട്സിലും സ്പോർട്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് നിങ്ങൾ നന്നായിട്ട് പങ്കെടുക്കുക, മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുക, മികച്ച രീതിയിൽ മുന്നേറുക, ഏറ്റവും മികച്ച വിജയം തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ആർട്സിലും സ്പോർട്സും പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അതിനിടയിൽ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക? നിങ്ങൾ ആദ്യം പ്രാക്ടീസ് സെഷൻ ഒരു ടൈം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിന് പുറമെ നിങ്ങൾ പഠിക്കാനായിട്ടൊരു ടൈം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. അതായത് ഇന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, ഇന്ന സമയത്ത് പഠിക്കുന്നു. പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത് അതിരാവിലെയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെയുള്ള 2 മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. ബാക്കി സമയം നിങ്ങൾ സ്കൂളിലെത്തുമ്പോൾ മിക്കവാറും നിങ്ങൾ പ്രാക്ടീസിലായിരിക്കും. അപ്പോൾ സ്കൂളിലുള്ള സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും രാവിലെ എഴുന്നേറ്റ് പഠിക്കുകയും ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കാറുണ്ട്. ആ ബ്രേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടി ചേർന്നിട്ട് ചെറിയൊരു ഗ്രൂപ്പ് സ്റ്റഡി, ഒരു 20 to 30 minutes ഉള്ള ഒരു ഗ്രൂപ്പ് സ്റ്റഡി നിങ്ങൾക്ക് നടത്താൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ പ്രാക്ടീസ് സെഷനിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ സമ്മറി, ഷോർട്ട് നോട്ട് പോലെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാക്സിമം കണ്ടന്റ് കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡെയിലി ഒരു 7 hours എങ്കിലും നിങ്ങൾ ഉറങ്ങണം എന്നുള്ളതാണ്. 7 മണിക്കൂറെങ്കിലും കറക്റ്റായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും അതേപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ സെറ്റ് ആവുള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് സ്ട്രെസ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയേ പറ്റൂ. അനാവശ്യമായി സ്ട്രെസ് അടിക്കാതിരിക്കുക. നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിന് റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിന് കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തുക. രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്, സമ്മറിയൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം സെറ്റാക്കി പഠിക്കുക. ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർട്സിലും സ്പോർട്സിലും അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ പഠനം ഒരിക്കലും പിന്നോട്ടേക്ക് പോവുകയില്ല. അപ്പോൾ ആർട്സിലും സ്പോർട്സിലും നിങ്ങൾക്ക് മികച്ച വിജയം കൈവരിക്കാനും സെറ്റും മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടാൻ സെറ്റും. 2 നിങ്ങളെ കൊണ്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.